ഇനി അടുത്ത പോർഷനിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് മറ്റൊരു സ്ലൈഡാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഈ ട്രെയിനിങ് എങ്ങനെയാണ് എന്നുള്ളത് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പം എത്ര ദിവസം കൂടുമ്പോഴാണ് ഉണ്ടാവുക, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്ലാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 2 തരം കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിന് പ്രത്യേകിച്ച് കാശിന്റെ ചെലവോ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് അതിന്റെ ഓരോ പോർഷന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 2 തരത്തിലാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, AI മാസ്റ്ററി എന്ന് പറയുന്ന ഫ്രീ കോഴ്സ്. മറ്റൊന്ന് AI മാസ്റ്ററി പ്ലസ്. അതിൽ നമുക്ക് അത്യാവശ്യം വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകാൻ പറ്റും. AI മാസ്റ്ററിയുടെ ഫ്രീ കോഴ്സിൽ ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ കാശിന് ചെലവൊന്നുമില്ല, പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും. പക്ഷേ റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടാവില്ല, അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാവും. അത് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ക്ലാസ് ലൈവായിട്ട് കണ്ടുപോകുന്നത് മാത്രമേ കിട്ടുള്ളൂ. അതല്ലാതെ വീഡിയോ ലിങ്കുകൾക്കൊന്നും പിന്നെ അതിൽ കാണാൻ കഴിയില്ല. രണ്ടാമത് കാണണം, വീണ്ടും ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രയാസം വരും. എന്നാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ്, അതല്ല ഇനിയിപ്പോ ഒരു ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നാൽ പ്രീമിയം കോഴ്സിലേക്ക് വരുമ്പോൾ അതിലുള്ളത് ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ടാവും. അതായത് ഞായർ, ചൊവ്വ, വ്യാഴം 3 ദിവസങ്ങളിൽ. ചിലപ്പോൾ ഞായറാഴ്ച എടുത്ത ക്ലാസ് ചൊവ്വാഴ്ച ആയപ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനൊന്നും സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കൂടുതൽ ആളുകൾ പറയാൻ ചിലപ്പോൾ ചൊവ്വാഴ്ചയിലെ ക്ലാസ് നമ്മൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ നടക്കും. പിന്നെ ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിൽ തരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് വീണ്ടും പഠിക്കാം. ഇതിന് പ്രത്യേകമായ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാവും. ഈ മൊബൈൽ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് വീഡിയോകൾ തരുന്നത്. ഓക്കെ, പിന്നെ അതിലൊക്കെ പുറമെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കുള്ളതാ പറഞ്ഞത് കേട്ടോ. അല്ലാത്തവരൊക്കെ ഇപ്പം നിലവിലുള്ള ലേണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് തന്നെ നിന്നാൽ മതി. ഓക്കെ, പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പല AI ടൂളും ഇതിൽ പഠിക്കും. ഞാനിപ്പോ ഇവിടെ ആകെ 2, 4, 5 ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ChatGPT, ജെമിനി, ക്ലോഡ്, കോപ്പൈലറ്റ്, മെറ്റ AI പോലുള്ള. ഇത് മാത്രമൊന്നുമല്ല, ഇതിനേക്കാളൊക്കെ അപ്പുറം എണ്ണി പറഞ്ഞാൽ തീരാത്ത അത്രയും ഫീച്ചേഴ്സും ടൂൾസും നമ്മൾ ഈ പ്രീമിയം കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഇതില് പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ പോസ്റ്ററുകളുടെ നിർമ്മാണം. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഈ സൗജന്യ ക്ലാസിന്റെ പോസ്റ്റർ കാണിച്ചതല്ലോ, അതുപോലെ തന്നെ ആനിമേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചത് മാത്രമൊന്നുമല്ല ആനിമേഷൻ. അതൊക്കെ ആനിമേഷൻ ചെറിയൊരു ഭാഗമാണ്. ആനിമേഷൻ മൂവി നിർമ്മിക്കാൻ പറ്റും. ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടിട്ടില്ലേ നമ്മള്? ടോം ആൻഡ് ജെറി മൂവി ആനിമേഷൻ ആയിട്ടുള്ള അതുപോലുള്ള മൂവികൾ നിർമ്മിക്കാം. പിന്നെ അതേപോലെ തന്നെ പ്രൊമോഷണൽ വീഡിയോകൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഫിലിം മേക്കിംഗ്, അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമുക്കൊരു മൂവി തന്നെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അതൊക്കെ എളുപ്പത്തിൽ AI ആവുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ വോയിസ് ഏജന്റുകൾ നിർമ്മിക്കാം. നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണ് വോയിസ് ഏജന്റുകൾ. പലതരം ആപ്പുകൾ നിർമ്മിക്കാൻ പറ്റും, കാശുണ്ടാക്കാൻ പറ്റുന്ന പരിപാടികളാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ, ആ ജോലികളെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇമെയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇമെയിലിന് പല ആളുകളും ChatGPT മറ്റൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇമെയിലിന് മറുപടി തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഇമെയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്ത് തരാൻ പറയും. ഗ്രാമറ്റിക്കൽ എറർസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട്, അതിന്റെ വാചക ഘടനയൊക്കെ സ്ട്രക്ചറൊക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കിയിട്ടൊന്ന് ശരിപ്പെടുത്താൻ വേണ്ടി പറയും. അതിനും നമ്മൾ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒന്നും വേണ്ട. അതൊക്കെ കംപ്ലീറ്റ് അതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഇത്തരം സംഭവങ്ങളെയാണ് ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കൂറിന്റെ ജോലി പകുതി സമയം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുക. അതേപോലെ ഓഫീസ് ജോലികളിലെ AI ഉപയോഗം പ്രത്യേകമായിട്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ AI മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. അത് നമുക്ക് കാശൊന്നും ചെലവില്ല. മറ്റേ പ്രീമിയം കോഴ്സിന് നമ്മൾ 1740 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഈ 1740 എന്ന് പറഞ്ഞാൽ ഇപ്പോ നിലവിൽ ഇതേ കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് 7000+ ആണ് ഫീസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, 7000+ ആണ് വാങ്ങുന്നത്. പക്ഷെ നമ്മൾ കാശ് വാങ്ങുന്നില്ല. ഇത് വളരെ ചെറിയൊരു ഫീസ് മാത്രം വാങ്ങുന്നത് എന്താ വെച്ചാൽ, ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കാൻ ശരിക്ക് പെയ്ഡ് ടൂൾസ്, AI ടൂൾസ് നമ്മൾ വാങ്ങണം. ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കാശിന്റെ ചെലവില്ല. പക്ഷെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ടൂൾസ് ഒക്കെ വാങ്ങണം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് തുടങ്ങിയ ബാച്ചൊക്കെ ഫുൾ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത്. അന്നൊന്നും ഇതിന് കാശ് ചെലവില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കാശ് ചെലവുള്ളത് കൊണ്ട് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ രീതിയിൽ കാശ് വാങ്ങുന്നത്. അങ്ങനെ ആർക്കെങ്കിലും കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞായറാഴ്ച അടുത്ത ക്ലാസ് തുടങ്ങും. പെയ്ഡ് ഗ്രൂപ്പിനുള്ള ആർക്കെങ്കിലും അതിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ
കുറച്ച് സീറ്റുകൾ ഇതിനാക്കി പറയുന്നതല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ നമ്മളെല്ലാ ബാച്ചിലും കൂടുതൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യില്ല. കുറച്ച് ആളുകൾ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അവരുമായിട്ട് മാത്രമേ ക്ലാസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബാച്ചിൽ ചില ആളുകൾ ചേരാൻ കഴിയാതെ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അവർക്ക് ആണ് ഈ ബാച്ചിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്നതുപോലെ അതിലേക്ക് ഇനി കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്. ആർക്ക് വേണമെങ്കിലും ചേരാം. ചേരുന്നത് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിരിക്കും. അല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ഈ കോഴ്സ് കഴിയുമ്പോൾ അടുത്ത ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് ചാൻസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ നമ്മുടെ ക്ലാസ്സിന്റെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇനി നമുക്ക് ഏറ്റവും രസകരമായ മറ്റൊരു സെഷനിലേക്കാണ് ഇനി പോകുന്നത്. ജെമിനിയുടെ തന്നെ ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു AI പ്രോഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ ഒരു ചെറിയ ഫീച്ചറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതേപോലെ ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്യാം. ഇതിന്റെ ആപ്പ് എല്ലാവരും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ചാറ്റ് GPT ഒക്കെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ജെമിനി അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ആ ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പോസ്റ്ററുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റർ ഉണ്ടല്ലോ, പോസ്റ്ററുകൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ ഇത് എന്താ പറയാ, ഈ ജെമിനിയെ കുറിച്ച് മാത്രം നമുക്ക് പല ദിവസങ്ങളിൽ പല സെഷനിലായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽപ്പെട്ട ഏറ്റവും രസകരമായ ഒരു സംഭവം റീസെന്റ്ലി ലോഞ്ച് ചെയ്ത കാര്യമാണ് മ്യൂസിക്, ക്രിയേറ്റീവ് മ്യൂസിക്. ഓക്കെ, താഴെ കാണുന്നുണ്ടാവും. ഇതിൽ ക്രിയേറ്റീവ് ഇമേജ്, ക്രിയേറ്റീവ് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട്. ഇതിൽ ക്രിയേറ്റീവ് മ്യൂസിക് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്താ ഈ ക്രിയേറ്റീവ് മ്യൂസിക്കിന്റെ പ്രത്യേകത? നമുക്ക് ഒരു മ്യൂസിക് നിർമ്മിക്കണമെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പരിചയക്കാരന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അതല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും ഒരു എക്സാമിന് നന്നായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം വരുമ്പോൾ ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഒരു പാട്ട് തയ്യാറാക്കുക. അത് ഇംഗ്ലീഷിലാവാം, മലയാളത്തിലാവാം, എങ്ങനെയാവാം. ഇങ്ങനെ തയ്യാറാക്കുന്ന പാട്ടിന് നമുക്ക് ഇപ്പൊ ടീച്ചർ ആ കുട്ടിയെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ടിന് ടീച്ചർക്ക് പാട്ട് എഴുതാനൊന്നും അറിയണ്ട. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന്റെ ഒരു ഓക്കെ, നോക്കൂ ഞാൻ എന്താണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജെമിനി ഓപ്പൺ ചെയ്യുന്നു. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലി ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ മൊബൈലാണ് ചെയ്യുന്നത് വിചാരിച്ചാൽ മതി. മൊബൈലിൽ നിന്ന് ഫാമിലി ഫോട്ടോ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിന്റെ ഫ്രണ്ട് ഒന്നുമില്ല, ഇത് നെറ്റിൽ നിന്ന് പിന്നെ AI ജനറേറ്റ് ചെയ്തൊരു ഫാമിലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് ഒരു സോങ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാനോ എന്നല്ല, ഇത് ജോലി സംബന്ധമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതൊക്കെ പഠിക്കാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാണ്. അപ്പൊ ഈ ഫോട്ടോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ പറഞ്ഞു, എന്റെ സുഹൃത്ത് രാജുവിന്റെയും സുനിതയുടെയും 3 വയസ്സുകാരിയായ മകൾ അമ്മുവിന്റെ ജന്മദിനമാണ് ഇന്ന്. അവൾക്ക് എന്റെയും കുടുംബത്തിന്റെയും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു മ്യൂസിക് നിർമ്മിക്കുക. ഗാനത്തിൽ അവരുടെ പേരും ഉൾപ്പെടുത്തുക. ഇത് നമുക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ആ മ്യൂസിക് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഇതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ എടുത്തപ്പോൾ കണ്ടു, ഇതിൽ തന്നെ റീമിക്സ് ചെയ്യാനുള്ള പല പരിപാടികളും ഇതിനകത്തുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകൾ അതൊക്കെ പഠിക്കും തീർച്ചയായിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ ഇത് ഇവിടെ ജനറേറ്റ് ചെയ്യട്ടെ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സംഭവം കാണിച്ചു തരാം. അത് ചെയ്തു വരുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടോട്ടി തന്നെയുള്ള ഒരു സ്കൂളിന്റെ 99 വർഷം പൂർത്തിയാക്കിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട്
അവിടുത്തെ HM അവരുടെ സ്കൂളിന്റെ ഫോട്ടോയൊക്കെ അയച്ചെന്നുകൊണ്ട് ഇന്ന പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ടെക്സ്റ്റ് തന്നിരുന്നു എനിക്ക്. ഞാൻ അത് വെച്ചിട്ട് അവർക്കൊരു ഇതേപോലെ തന്നെ ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്തു. നമുക്ക് അത് ഈ കൂട്ടത്തിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതായിട്ടുണ്ടോ നോക്കട്ടെ. ഇതാവുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അവിടെ ചെയ്തത് ഒന്ന് കണ്ടു നോക്കാം. സ്കൂളിന്റെ ഫോട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്കൂള്. ഓക്കെ, GM LP സ്കൂൾ, കാഞ്ഞിരപ്പറമ്പ്. ഞാൻ അതിന് മലയാളത്തിലാണ് സോങ് ജനറേറ്റ് ചെയ്തത്. 2 സോങ് ജനറേറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കാം. അവിടെ 99ാം വാർഷികമാണ്. ആ പരിപാടിക്ക് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വരുന്നുണ്ട്. പലതരം കുരുന്നുകളുടെ പല കലപരിപാടികളും ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ള ഒരു 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ സ്കൂൾ. അതിന്റെ ഒരു സെലിബ്രേഷനാണ്. അപ്പൊ ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനറേറ്റ് ചെയ്ത സോങ്. 9 വസന്തങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു വിദ്യാലയം, കാഞ്ഞിരപ്പറമ്പ് സ്കൂളമ്മയ്ക്ക് ശതാബ്ദി ആഘോഷ പൊൻപുലരി. നാടും നാട്ടാരും ഒന്നായി ചേർന്നിടാം ഒരു ഈ ചരിത്ര മുഹൂർത്തത്തിൽ. ഒരു സോങ് കൂടെ ഉണ്ട്. പറമ്പിൻ മുറ്റത്ത് നൂറിന്റെ പടിവാതിൽ തുറന്നല്ലോ, നാടും നഗരവും ഒന്നായി ചേരും ഈ ഏപ്രിൽ 2 പെരുന്നാളിന്. വിളയാട്ടം കാണാൻ വരണേ കണ്ണിലുണ്ണിമാരെ, സ്കൂളോർമകൾ പൂവണിയുമ്പോൾ, സ്കൂളോർമകൾ പൂവണിയുമ്പോൾ. ഇത് കണ്ടല്ലോ. ഈ രൂപത്തിൽ പല രൂപത്തിലും ഇതൊക്കെ നമുക്ക് ജോലി സംബന്ധമായ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നും കൂടി നമ്മൾ ഓർക്കുക. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ അമ്മുവിന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സോങ് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുത്ത എന്റെ സുഹൃത്ത് രാജുവിനും സുനിതയുടെയും മകൾ, 3 വയസ്സുകാരിയായ മകൾ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേര് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രാജു ആണ്, മറ്റൊന്ന് സുനിതയാണ്. അവരുടെ 3 വയസ്സുകാരിയാണ്. മകളുടെ പ്രായം 3 ആണ്. പേര് അമ്മു ആണ്. ജന്മദിനമാണ് പരിപാടി. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മുടെ ഒരു ആശംസ നേർന്നുകൊണ്ട് ഇംഗ്ലീഷിൽ പാട്ട്. ഓക്കെ, ഇതാണ് സംഭവം. അവരുടെ ഫോട്ടോയും ഇവിടെ നമ്മൾ കൊടുത്ത ഫോട്ടോ വേറൊരു രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു കേക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ട്. Hello to Raju and Sunita's here. Your sweet little Ammu is turning 3 this year. With tiny little hands and shining eyes so bright, you fill up every single day with love and light. So happy birthday, Ammu, happy birthday, sweet girl. You're the happiest little person in the whole wide world. With cake and balloons and so much fun to see. Happy 3rd birthday from our family. Yes, happy birthday, Ammu, from our family. Happy birthday, little Ammu! കണ്ടല്ലോ, ഇതാണ് സംഭവം. ഇതേപോലെ നമുക്ക് പലതും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഒരു രസകരമായ മറ്റൊരു ഡെമോയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നമ്മളെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ടെന്ന് അറിയാം. പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പഠിക്കുന്ന ആളുകൾക്ക്, കോഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് ആനിമേഷൻ വീഡിയോയും മറ്റൊക്കെ നിർമ്മിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനന്യ. നമ്മുടെ യുവതലമുറ ലഹരിയുടെ കെണിയിൽ വീഴുകയാണോ? നമുക്ക് ഈ തെരുവിൽ നിന്ന് തന്നെ ചോദിക്കാം. മാനസിക സമ്മർദ്ദവും അമിത സ്വാതന്ത്ര്യവുമാണ് പ്രധാന കാരണം. കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാൻ നമ്മൾ വൈകിക്കൂടാ. പണ്ടത്തെ പോലെയല്ല, ലഹരി ഇന്ന് എവിടെ എളുപ്പത്തിൽ കിട്ടും. ഒടുവിൽ അത് ജീവിതം തന്നെ നശിപ്പിക്കും. ലഹരി നശിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ്. ജീവിതത്തോട് യെസ് പറയാം, ലഹരിയോട് നോ പറയാം. അതൊന്ന്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ സ്ക്രീൻ ഷെയർ ആയിട്ടില്ലേ? ഇല്ല. ഓക്കെ, സോറി. ഇപ്പൊ കാണുന്നുണ്ടാവും. യെസ്, നൗ ഇറ്റ്സ് ഓക്കേ. ഓക്കെ. ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനന്യ. നമ്മുടെ യുവതലമുറ ലഹരിയുടെ കെണിയിൽ വീഴുകയാണോ? നമുക്ക് ഈ തെരുവിൽ നിന്ന് തന്നെ ചോദിക്കാം.
മാനസിക സമ്മർദ്ദവും അമിത സ്വാതന്ത്ര്യവുമാണ് പ്രധാന കാരണം. കുട്ടികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാൻ നമ്മൾ വൈകിക്കൂടാ. ഒടുവിൽ അത് ജീവിതം തന്നെ നശിപ്പിക്കും. മക്കളുടെ കാര്യത്തിൽ വലിയ പേടിയുണ്ട്. പണ്ടത്തെ പോലെയല്ല. രക്ഷിതാക്കൾ കരുതിയിരിക്കണം. ലഹരി നശിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയാണ്. ജീവിതത്തോട് യെസ് പറയാം, ലഹരിയോട് നോ പറയാം. ഉണ്ടല്ലോ മറ്റൊന്ന്. ഹലോ ഹായ്, കാലം മാറുകയാണ്. നിങ്ങൾ ഇനിയും AI ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലേ? എങ്കിൽ തീർച്ചയായും വലിയ അപകടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിന് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. ഇതൊക്കെ AI നിർമ്മിച്ചതാണ്. കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾ നിർമ്മിച്ച സ്റ്റുഡൻസ് നിർമ്മിച്ചിട്ടുള്ള ഒരു ടോം ആൻഡ് ജെറി വീഡിയോ കണ്ടോ നിങ്ങൾ? ഇത് മഴ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. ടോം ആൻഡ് ജെറി കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. See, Tom, the hot sun is turning the water into invisible gas. Evaporation, that's just a trick. Tom, look, it's condensation. Huh? Cotton candy clouds. It's science, not candy. Still looks yummy. Let's sail boats. It's called collection. This is fun. Look, a rainbow. Wow, the earth is like a big recycling machine. ഒരു സംഭവം കൂടെ കാണിക്കാം. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ആണ്. ബിസിനസ്സുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അവരുടെ ബിസിനസ്സുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെളിച്ചെണ്ണ കമ്പനി, കോക്കനട്ട് ഓയിലിന്റെ കമ്പനി, അങ്ങനെ സംഭവമേ ഇല്ല, പക്ഷെ നമ്മൾ ഭാവനയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടാക്കി അതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ പോലെ ചെയ്തത്. കേരളത്തിന്റെ മണ്ണിൽ വിളഞ്ഞ തേങ്ങയുടെ തനിമയും ഗുണമേന്മയും അറിഞ്ഞ് ശുദ്ധിയോടെ ഒരുക്കിയതാണ് കേരദേശം ഓർഗാനിക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് പാചകത്തിന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മണവും ഭക്ഷണത്തിന് ലഭിക്കുന്ന രുചിയും ഹോ, അത് വേറെ ലെവലാണ്. കണ്ടല്ലോ, ഈ രൂപത്തിലൊക്കെയാണ് നമ്മൾ വീഡിയോകള്, ആനിമേഷൻ മൂവീസ് ഒക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മേഖലയിൽ ഇത് ഉപയോഗിക്കാം. ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാം, അതല്ലാത്തവർക്ക് സ്വന്തമായി വീഡിയോകളൊക്കെ ഉണ്ടാക്കിയിട്ട് ബിസിനസ്സുകാർക്ക് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്തു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കുറഞ്ഞ സെക്കൻഡേ ഉള്ളൂ, അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കും ഇന്നത്തെ പരിപാടി. അതായത് ഇതില് വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വോയിസ് ഏജന്റുകളുടെ നിർമ്മാണം. അതാണ്. ഓക്കെ, വോയിസ് ഏജന്റുകൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഈ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, പലതരം ജോലിയിൽ. ഇപ്പൊ ഒരു റെസ്റ്റോറന്റിലെ അതേപോലെ തന്നെ ക്യാഷ് കൗണ്ടറിലേക്ക് ഇരിക്കുന്ന ആളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം. എന്നാൽ സെയിം ടൈമിൽ തന്നെ എന്ത് വേണം, അവരുടെ എന്താ പറയാ, എങ്ങനെ പറയാ അതിനെ, ഒരേ സമയത്ത് കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്യണം. ആൻഡ് സെയിം ടൈമിൽ തന്നെ നമുക്ക് പാർസലിന്റെ ഓർഡർ, അതേപോലെ തന്നെ സംഭവങ്ങളുടെ ഫോണൊക്കെ വരും, ഈ ഫോണുകൾ എടുക്കണം. ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിനൊക്കെ ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന AI ഏജന്റുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് AI ഏജന്റ് എന്ന് പറയുമ്പോൾ അതിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഏത് ഭാഷയിലാണോ കസ്റ്റമർ സംസാരിക്കുന്നത് അവരോട് അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇവർക്ക് മറുപടി കൊടുക്കാൻ കഴിയും. ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മള് കഴിഞ്ഞ ബാച്ചിലൊക്കെ ആളുകൾ പലതരം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലര് ഒരു ബാച്ചിൽ ചെയ്തിട്ടുള്ളത് റെസ്റ്റോറന്റ് ആണ്, മറ്റൊരു ബാച്ചിൽ ചെയ്തിട്ടുള്ളത് എന്താ പറയാ, ഒരു ബാച്ചിൽ ചെയ്തത് റെസ്റ്റോറന്റ് ആണ്, മറ്റൊരു ബാച്ചിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷൻ ആണ്. അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് നോക്കാം. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് അവർ നിർമ്മിച്ച ഒരു വോയിസ് ഏജന്റ് ആപ്പ്. ഓക്കെ, ആരാം റെസ്റ്റോറൻറ്റ്സ് എന്നാണ് ഇതിന്റെ റെസ്റ്റോറന്റിന് അവർ പേരിട്ടിരിക്കുന്നത്. അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് വിളിക്കുകയാണ് കേട്ടോ, ഡയറക്റ്റ് കോൾ ചെയ്യാണ് കസ്റ്റമർ, റെസ്റ്റോറന്റിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ, ഹലോ, നമസ്കാരം സാർ, ആരാം റെസ്റ്റോറന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷൈജയാണ്. ടേബിൾ ബുക്ക് ചെയ്യാനാണോ അല്ലെങ്കിൽ പാർസൽ ഹോം ഡെലിവറി ആണോ വേണ്ടത്? എനിക്ക് പാർസലാണ് വേണ്ടത്. ഡിന്നറിന് എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? സാർ, സ്പെഷ്യൽ ആയിട്ട് കരിമീൻ നല്ലോണം മുളകിട്ടതുണ്ട്. കോക്കനട്ട് മിൽക്കിലുള്ള കറിയാണ്.
പിന്നെ നെയ്മീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ സ്റ്റ്യൂ, ബീഫ് ഉലർത്തിയത്, ഡക്ക് റോസ്റ്റ്, പൊറോട്ട, പത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ടോ? ഇല്ല സാർ, ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ബിരിയാണി ഉണ്ടില്ല. വേറെ എന്തെങ്കിലും ആഡ് വേണോ? പത്തിരിക്ക് എന്താണ്, പത്തിരി ഉണ്ടോ? ഉണ്ട് സാർ, പത്തിരി ഉണ്ട്. 5 പീസസിന് 10 റിയാലാണ് റേറ്റ്. എത്ര പത്തിരി വേണം? എനിക്ക് 25 പീസസ് വേണം. മനസ്സിലായി, 25 പീസസ് പത്തിരി. വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ? കരിമീൻ പൊള്ളിച്ചതും വേണം. ഓ, കരിമീൻ പൊള്ളിച്ചതും 1 പോർഷൻ മതിയാകുമല്ലോ? 1 പോർഷൻ മതി. തികച്ചും. അപ്പോ 1 പോർഷൻ കരിമീൻ പൊള്ളിച്ചതും 25 പത്തിരിയും ഉണ്ടോ? മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അത് മതി. കാശ് നിങ്ങളുടെ ഡെലിവറി ബോയുടെ കൈ കൊടുക്കാം. എപ്പോ കിട്ടും സാധനം? ക്യാഷ് ഓൺ ഡെലിവറി മതി. ഇപ്പോ ഓർഡർ കൊടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ ഡെലിവറി ഉണ്ടാവും. അഡ്രസ്സും ഫോൺ നമ്പറും പറയാമോ? ഓക്കെ, ഞാൻ എന്റെ അഡ്രസ്സും ഫോൺ നമ്പറും പറയാം. പിന്നെ അപ്പോ ഞാൻ ഓക്കെ, ശരി, താങ്ക് യു. ഇത് കണ്ടല്ലോ സംഭവം. ഇതുപോലെ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ശരിക്കും നമുക്ക് സ്വന്തം ആവശ്യമില്ലെങ്കിൽ മറ്റു പലർക്കും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ കാശുണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ എന്താ പറയാ പ്രീമിയം കോഴ്സ്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രീമിയം കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ബാങ്ക് ഡീറ്റെയിൽസ്, ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് പിന്നെ എന്താ പറയാ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് എടുക്കാം, സംസാരിക്കാം, ചോദിക്കാം. ഗഫൂർ ഭായ്, നിങ്ങളെ എക്സലന്റ് പ്രസന്റേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ പ്രസന്റേഷൻ മുക്തകണ്ഠം പ്രശംസിക്കാം. എന്നെ അറിയില്ല, അൻസാരി പയ്യാമ്പലം, നമ്മുടെ പഴയ LDF-ന്റെ ഭാഗമായിട്ടുള്ള ആള്. നമ്മള് ഒരു 10-20 കൊല്ലത്തെ പരിചയമുണ്ട്. 20 ഷാർജയില് MPCC ഉള്ള സമയത്ത് ഉള്ളൊരു ബന്ധമാണ്. നല്ല പ്രസന്റേഷൻ സ്കില്ല് റിയലി ഐ അപ്രീസിയേറ്റ്. മാത്രമല്ല ഈ ക്ലാസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഗുണപ്രദമാണ്. കാരണം ഈ അതിന് പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസം വേണമെന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇനീഷ്യേറ്റീവുകൾ എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും. ഹലോ സാറേ. പറയൂ. പിന്നെ അസ്സലാമു അലൈക്കും. ഇത് പിന്നെ മലപ്പുറത്തുനിന്നാണ് വിളിക്കണത്, മഞ്ചേരി. നമ്മൾ ഈ പ്രീമിയം കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതില് നമ്മള് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ ചെയ്യണമെങ്കിൽ അത് അത്ര ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളിത് ക്യാഷ് കൊടുത്ത് ഇത് ചെയ്യേണ്ടതില്ലേ? ഏതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണോ? വീഡിയോ ജനറേറ്റിംഗ്, അതേപോലെ പ്രൊമോ വീഡിയോ റെഡിയാക്കല്, ആനിമേഷൻ ഒക്കെ ചെയ്യാൻ. അതായത് ഇപ്പൊ നിങ്ങൾ കണ്ടതുണ്ടല്ലോ, അത് 10 പൈസയും ചെലവില്ലാതെ ചെയ്തതാണ്. അതായത് ഇത് ഉപയോഗിക്കുന്ന ആപ്പ് AI ടൂള്, ഈ AI ടൂളില് ഒരു ബേസിക് ക്രെഡിറ്റ്സ് ഡെയിലി ബേസിസിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലായിട്ട് പ്രൊഫഷണലി നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾക്കൊക്കെ ചെയ്തു കൊടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്രെഡിറ്റ് വേണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാനാ ചെയ്തതിന്റെ ക്വാളിറ്റികൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾ ഈ സൂം വഴിയുള്ള ഇതിലൂടെ കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി എത്രത്തോളം അവിടെ കുറയുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്. ഞാനും തന്നെ അത് പ്രൊമോഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ. ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് AI ടൂൾസ് ഇപ്പൊ ChatGPT ഒക്കെ പെയ്ഡ് ആണല്ലോ, കാരണം ബാക്കിയെല്ലാം 3 ഇത് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ ഇപ്പൊ ഗൾഫിലുള്ള ഒരാൾക്ക് ഇന്ത്യൻ അക്കൗണ്ട് വെച്ചിട്ട്, കാരണം ഇന്ത്യയിലാകുമ്പോൾ എന്തിനും പൈസ കുറവായിരിക്കുമല്ലോ, അങ്ങനെ പറ്റുമോ എന്നുള്ളത് ആഗ്രഹമുണ്ട്. പറഞ്ഞുതരാം. അതായത് പിന്നെ സാധാരണ രീതിയിലുള്ള ഒരാളുടെ ഉപയോഗത്തിന്, സാധാരണക്കാരന്റെ ഉപയോഗത്തിന് ഫ്രീ വേർഷൻ തന്നെ ധാരാളമാണ്. എന്നാൽ ഓരോരുത്തരുടെ ജോലിക്കനുസരിച്ച് ഇപ്പൊ ഫ്രീ വേർഷൻ മതിയാകാതെ വരും. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഏത് രാജ്യത്തു നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നതിനും അത് മറ്റേത് രാജ്യത്തും അത് പ്രവർത്തിക്കും. അതിന് പ്രശ്നമൊന്നുമില്ല.
സാർ ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ജെമിനിയുടെ പിന്നെ പ്രോ വേർഷന് ചില മൊബൈൽ കമ്പനികൾ, ജിയോ പോലുള്ള കമ്പനികളുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഒരു വർഷത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട്. ഈ ജിയോ എന്ന് പറയുന്ന ഇന്ത്യൻ മൊബൈൽ കമ്പനിയാണ്, ഇന്ത്യൻ യൂസേഴ്സിനുള്ളതാണ്. അതിവിടെ സൗദിയിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, UAE ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ChatGPT. അതിപ്പോഴും നിലവിലുണ്ടോ? അത് ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ അറിവ്. കാരണം നേരത്തെ എടുത്ത ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. 18 monthsന് കിട്ടും. 18 monthsനാണ്. 1.5 മാസത്തേക്ക് കിട്ടും. അല്ല അത് കിട്ടുമെങ്കിൽ അങ്ങനെ എടുത്തോളൂ, നല്ലതാ. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതേപോലെ തന്നെ VEO3 അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. VEO3 എന്താ? VEO3 എന്ന് ഓക്കെ. അത് അതിനെന്താ സ്പെഷ്യൽ പിൻ നമ്പറും കോഡൊക്കെ വേണമെന്ന് അറിയാണ്ട്. ഈ VO തന്നെയാണ് ഇപ്പൊ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് VO ആണെന്ന് മാത്രം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന AI ടൂള് ഗൂഗിളിന്റെ AI ടൂളാണ്. ഈ ഗൂഗിളിന്റെ പ്രോഡക്റ്റ് ആണ് VO3. ഓക്കെ. നമ്മൾ ഈ ആപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഉപയോഗിക്കുന്നത് VO3 എന്നുള്ള ടെക്നോളജിയാണ്. ChatGPTയിൽ ജെമിനി ഇമേജ് പോസ്റ്ററുകൾ ജനറേറ്റ് ചെയ്യുന്ന പുതിയ ഫീച്ചറാണ്. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ChatGPTയുടെ പുതിയ 5.5 റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇമേജിൻ 2 എന്ന് പറയുന്ന ഒരു വേർഷനും കൂടെയാണ് ഇമേജ് ജനറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ പുതിയ വേർഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ മലയാളം ഫോണ്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നത് കാര്യമായിട്ട് ജെമിനിയിലെ നാനോ ബനാനയായിരുന്നു. ഓക്കെ. എന്നാൽ ഇപ്പോ അതിനെയും വെല്ലുന്ന രൂപത്തിലാണ് ChatGPTയിൽ വന്നിരിക്കുന്നത്. മലയാളം ഫോണ്ടൊക്കെ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര എക്സ്ട്രാ ലുക്കിൽ അടിപൊളിയായിട്ട് പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ ജെമിനിയിൽ ChatGPTയിൽ കഴിയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതിന്റെ പുറകിലുള്ള ടെക്നോളജികളിലാണ് ഈ മാറ്റം വരുന്നത്. ഓക്കെ. പിന്നെ ക്ലൗഡിന്റെ സംഭവങ്ങൾ ഈ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ പവർ BI അതൊക്കെ ഏതാ ഇതിന് വരുന്നത്? അത് ഫ്രീ വേർഷൻ ഉണ്ടോ? പവർ BI ശരിക്കും എല്ലാ മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റിലും AI ഇന്റഗ്രേഷൻ ഉണ്ട്. ഇപ്പോ എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ എക്സൽ നമുക്ക് പഠിക്കാനുണ്ട്. എക്സൽ, വേർഡ്, പവർ പോയിന്റ് സംഭവങ്ങൾ ഓഫീസിൽ റെഗുലർ ആയിട്ട് സാധാരണക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതിലൊക്കെ AI ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇപ്പം വരുന്നത്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പവർ BIയിലും അതിലും ഉണ്ട്. ഇനിയിപ്പോ അതിന് മാത്രമല്ല, എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേഷനിലും ഒക്കെ AI ഉണ്ട്. ചോദിച്ചോളൂ. നിങ്ങളെ സിലബസിൽ ഇതും കൂടി ഇൻക്ലൂഡ് ആണോ? പവർ BI ഇൻക്ലൂഡ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാം. കാരണം അത് ഈ പവർ BI എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമല്ലല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. സാധാരണ ഇപ്പൊ ഒരു കഴിഞ്ഞാല് 2 ആൾക്കൊക്കെ പവർ BI ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഈ കോഴ്സ് എത്ര മാസത്തെ കോഴ്സാണ്? ഈ കോഴ്സ് എന്ന് പറയുന്നത് മാസങ്ങളൊന്നുമില്ല. ഇത് ഇപ്പൊ നമ്മൾ എടുത്ത ഈ ക്ലാസ് ഉണ്ടല്ലോ, ഈ രീതിയിലുള്ള ഡ്യൂറേഷൻ ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. ഇങ്ങനത്തെ മിനിമം 6 അല്ലെങ്കിൽ 8 ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൊണ്ട് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെയും നീണ്ടുപോകും. എന്തായാലും കഴിഞ്ഞ ബാച്ചുകളൊക്കെ ഒരു 8 ക്ലാസ് കൊണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചത്. എന്തായാലും നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത സമയം കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ നിശ്ചിത മാസങ്ങൾ കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല, പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ചില ക്ലാസ്സുകൾ ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഞായർ, ചൊവ്വ, വ്യാഴം. അപ്പൊ ഞായറാഴ്ച പഠിപ്പിച്ചത് എല്ലാവർക്കും ചിലപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചത്തെ ക്ലാസ് നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം നമുക്ക് പഠിച്ചിട്ട് പോയാൽ മതി. അതാണ് പ്ലാൻ. അപ്പൊ ചിലപ്പോ 2 മാസം കൊണ്ട് തീരേണ്ടത് ചിലപ്പോൾ 2.5 മാസമായി എന്ന് വരാം. അല്ലെങ്കിൽ 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് തീരേണ്ടത് 2 മാസമായി 2.5 മാസമായി എന്നൊക്കെ വരാം. അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്യാനുള്ള സംഗതികൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ ഈ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ കേട്ട് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ ചെയ്ത് നോക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അയാൾ എന്തേ പറഞ്ഞത്, അപ്പൊ എന്താ ഉണ്ടായത് എന്നൊക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഒരു പ്രത്യേക മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് തരും. ആ മൊബൈൽ ആപ്പ് വഴി വീഡിയോകളൊക്കെ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. എത്ര വട്ടവും ചെയ്ത് നോക്കാൻ പറ്റും. ആ രൂപത്തിലുണ്ടാവും. പിന്നെ അസൈൻമെന്റ്, ഓരോ വർക്കിനുള്ള അസൈൻമെന്റുകൾ പഠിപ്പിക്കുന്നതിനുള്ള നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇത് ചെയ്തു നോക്കൂ, ഇത് ചെയ്തു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു ബുദ്ധിമുട്ടുള്ള സംഭവമല്ല, തരാനും പറ്റും. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് അത്ര വലിയ വാല്യൂ ഒന്നുമില്ല. കാരണം വെച്ചാൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തരാം, പ്രശ്നമില്ല.
വേറെ ടൈമിംഗ് തന്നെയാണോ? രാത്രിയാണോ? advantage ആണ്. സമയം 9:30 തന്നെയാണോ ടൈമിംഗ്? ടൈമിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. അതായത് രാവിലെ ഈവനിങ്ങിൽ നമുക്ക് സൗദി സമയം 7 മണി, നാട്ടിലെ സമയം 9:30. ഈ 7 മണി എന്നുള്ളത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അപ്പോൾ. കാരണം 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്ത് സ്വന്തമായിട്ട് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാനുള്ള സമയമേ ഉള്ളൂ. പള്ളിയിൽ ജമാഅത്തിന് പോകാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷെ അത് പിന്നെ വൈകിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ അപ്പം തന്നെ 7 മണി ആണെങ്കിൽ തന്നെ 9:30 മണിയായി. ക്ലാസ് കഴിയുമ്പോഴേക്കും അവിടെ ഒരുപാട് ടൈം വൈകും. രണ്ടാമത്തെ കാര്യം, നേരത്തെ ആക്കിയാൽ പ്രവാസികൾക്ക് പലർക്കും പങ്കെടുക്കാനും പറ്റില്ല. 7 മണിക്ക് മുമ്പ് ആക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈം നമ്മൾ വെച്ചാൽ. എനിക്ക് തന്നെ അറിയാം, എല്ലാവർക്കും ചിലപ്പോൾ അത് അത്ര ഒരു കൺവീനിയന്റ് ആയിരിക്കില്ല ഈ ടൈം എന്നുള്ളത്. പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല. ഓക്കെ, നിങ്ങൾ ഏതായാലും നമ്പർ ഇത് വിടി. ഇടാം. ആവശ്യക്കാര് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്തെങ്കിലും കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാല് കുറച്ച് വീഡിയോസിന്റെ മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ് അല്ലേ? അതിപ്പോ നമ്മളെ കഴിഞ്ഞ ബാച്ചിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇനിയിപ്പോ ഒന്നും കൂടെ പറഞ്ഞുതരാം. അഡീഷണലി കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച ആളുകൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം എന്നാണ് ഈ ബാച്ചിൽ ഇരിക്കുന്നുണ്ട്. അതും പറ്റും. അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. വീഡിയോകൾ എത്ര വട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ടാവും, നമ്മൾ തരുന്ന ആ ആപ്പിനകത്ത് നമ്മുടെ ഈ വീഡിയോയും ഉണ്ടാവും. യൂട്യൂബിൽ ഉണ്ടാവില്ല, ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പൊ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ സ്ഥാപനങ്ങളിലൊക്കെ കൂടുതൽ ഈ വീഡിയോസ്, അതായത് പ്രൊമോ വീഡിയോ അല്ലെങ്കിൽ നല്ല പോസ്റ്റർ ഇവർക്ക് ഉണ്ടാക്കണവർക്കാണ് ഭയങ്കര പവർ. അതെ അതെ, അതന്നെയാണ്. അയാളെ എല്ലാ ചുറ്റും ശർക്കരമ്മ ഈ ഡിജിറ്റൽ ചൂടിയ മാർക്കറ്റിംഗിലേക്കാണ് പോകുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒക്കെ വിട്ടു ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ്. അതുകൊണ്ട് തന്നെ ഈ TV പത്ര പരസ്യങ്ങളെക്കാൾ കൂടുതൽ എല്ലാവരും ഇപ്പം സ്വന്തം മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ പോലും ആ മേഖലയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇതിന് നല്ല സാധ്യതകളുണ്ട്. നിങ്ങളെ ഈ പ്രസന്റേഷനും നിങ്ങളെ അവതരണവും മറ്റും കണ്ടപ്പോഴേ ഇതില് എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്ന മനസ്സിലായി. ഒന്ന് ചേരണം ഇൻഷാ അല്ലാഹ്. റിസൾട്ട് ഉണ്ടാവും. അതിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ആവില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി പറയാം. എന്താണെന്നറിയോ, ഇപ്പോ നമ്മളിപ്പോ കുറെ ആയിട്ട് ഇത് തുടങ്ങിയ പരിപാടിയാണ്. നമ്മൾ കാശിന് വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയല്ല. ഇത്തരം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കാണാൻ പറ്റും. ഈ രൂപത്തിലുള്ള കണ്ടന്റ്സ് വെച്ചിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ 7,000 രൂപയിൽ കുറഞ്ഞിട്ട് ഒരാളും ഇങ്ങനത്തെ ഒരു കോഴ്സ് എടുത്തു തരില്ല. ഇനി ഞാൻ ഇവിടെ പറയാത്ത ഒരുപാട് സംഗതികൾ ഇതിനകത്ത് വേറെ പഠിക്കാനുണ്ട്. എല്ലാം കൂടെ ഒന്നും പറയാൻ ഇവിടെ സമയം കിട്ടിയിട്ടില്ല. എല്ലാം കൂടെ പറയാനുള്ള ഡെമോ കാണിക്കാനുള്ള സമയം ഇവിടെ കിട്ടിയിട്ടില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റെന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ഈ ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇടാം. ഓക്കെ, അല്ലാത്തവർക്ക് ഗ്രൂപ്പിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. അവർക്ക് ഇതേപോലെ ഫ്രീ ക്ലാസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് റെഗുലർ ആയിട്ട് ഉണ്ടാവില്ല. ഫ്രീ ക്ലാസ് ഉണ്ടാവുമ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ ക്ലാസിന്റെ സെഷൻ ലിങ്ക് വരുമോ ഗ്രൂപ്പില്? ഏതിന്റെ? ഈ ക്ലാസിന്റെയോ? ഈ ക്ലാസിന്റെ ഇപ്പൊ ഈ റെക്കോർഡഡ് ലിങ്ക് കിട്ടുമോ? ഇതിന്റെ കിട്ടും. പക്ഷെ നമ്മുടെ പ്രീമിയം കോഴ്സിന്റെ ലിങ്കുകൾ യൂട്യൂബിൽ ഉണ്ടാവും. അല്ല, മനസ്സിലായി. അപ്പൊ ആ ലിങ്ക് വേറെ ഫ്രണ്ട്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിക്കാർക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവർ കണ്ടിട്ട് ഇതിൽ താല്പര്യം ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഞായറാഴ്ചയാണ് നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ് ഞായറാഴ്ച സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.